കോഴിക്കോട് നഗരത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ മാതാവ് കസ്റ്റഡിയിൽ. ഫ്രാങ്കോയെ ടൗൺ പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിക്ക് സമീപത്ത് നിന്നാണ് നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സമീർ, വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയതിൽ. ഇപ്പോൾ ഈ മാതാവിന്റെ പങ്കിനെ സംബന്ധിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഇന്ന് സന്ധ്യയോടുകൂടിയാണ് കോഴിക്കോട് ദേവമാതാ കത്തീഡ്രൽ പള്ളിയുടെ പിൻഭാഗത്തുള്ള വരാന്തയിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചത്. നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അവിടെ പാലക്കാട് നിന്നെത്തിയ ഒരു സംഘം, ഒരു തീർത്ഥാടക സംഘത്തിൽ ഒരു യുവതി ഗർഭിണിയായിരുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീയിൽ നിന്നായിരിക്കാം ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടത് എന്നുള്ള ഒരു വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പോലീസ് ആ സംഭവം കേന്ദ്രീകരിച്ചുകൊണ്ട് പാലക്കാടുള്ള ഈ തീർത്ഥാടക സംഘത്തിലേക്ക് ഇവിടെ അന്വേഷണം വ്യാപിപ്പിച്ചു. അതിനിടയിലാണ് കൊഴിഞ്ഞമ്പാറ സ്വദേശിയായിട്ടുള്ള ഫ്രാങ്കോ എന്ന ഈ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ യുവതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഈ കുഞ്ഞിനെ ആ പള്ളിയുടെ ഭാഗത്ത് വെച്ച് തന്നെയാണ് പ്രസവിച്ചത്. അതിനുശേഷം അവിടെ ഉപേക്ഷിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഈ സ്ത്രീ അവിടെ വരുന്നതും അതുപോലെ അവിടുന്ന് മടങ്ങിപ്പോകുന്നതുമൊക്കെ CCTV ദൃശ്യങ്ങളുമുണ്ട്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്രാങ്കോയെ വളരെ വേഗത്തിൽ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രസവിക്കുന്ന വേളയിൽ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ, അതല്ല മരിച്ച കുഞ്ഞിനെയാണോ പ്രസവിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളൊരു വ്യക്തത വരികയുള്ളൂ. ശരി സമീർ.